أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ظهركم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കാനുള്ള വിഭവങ്ങൾ നൽകി, സൗകര്യങ്ങൾ നൽകി എന്നതോടൊപ്പം തന്നെ കുടുംബം എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹം കൂടി നൽകി ഭൂമിയിലേക്ക് അയച്ചവരാണ് നമ്മൾ. ഒറ്റപ്പെടലോ വേദനകളോ ഇല്ലാതെ പരസ്പരം പങ്കിട്ടെടുക്കുകയും താങ്ങും തണലുമാകുകയും ചെയ്യുന്ന ഒരു കുടുംബ സംവിധാനം കൂടി മനുഷ്യന് ഭൂമിയിൽ ഒരുക്കിയ അല്ലാഹു സർവജ്ഞനും എല്ലാ വിഷയങ്ങളെക്കുറിച്ച് അറിയുന്നവനുമാണ്. ആ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അല്ലാഹു സൂക്ഷിക്കാൻ പറഞ്ഞതിനെ അതിൻ്റെ എല്ലാ വിലയോടും കൂടി സൂക്ഷിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചു, മനുഷ്യനെ ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചത്. സാമൂഹ്യ ജീവിയാണ് എന്നതുപോലെ തന്നെ ഭൂമിയിൽ മനുഷ്യന് വേണ്ടി അള്ളാഹു സജ്ജീകരിച്ച കുടുംബം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി സജ്ജീകരിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. സകല മനുഷ്യരും അങ്ങനെ തന്നെയാണ്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരാത്മാവിൽ നിന്ന് നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹ, അതേ ആത്മാവിൽ നിന്ന് തന്നെ അവന്റെ ഇണയെയും അല്ലാഹു സൃഷ്ടിച്ചു. ആദമിൽ നിന്ന് ഹവ്വയെയും. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, ധാരാളക്കണക്കിന് സ്ത്രീ പുരുഷന്മാരെ അതിലൂടെ ഭൂമിയിൽ പരത്തുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഭൂമിയിലേക്ക് വന്ന ആദ്യത്തെ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എന്നതുപോലെ തന്നെ ആദ്യത്തെ മനുഷ്യൻ കുടുംബമായി ജീവിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് ഇണയെ സൃഷ്ടിക്കുകയും ആ ഇണയുടെ കൂടെയുള്ള ജീവിതം ആദം നബി അലൈഹി സ്വലാമിന് അല്ലാഹു തെരഞ്ഞെടുക്കുകയും വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, പിന്നീട് ധാരാളക്കണക്കിന് മനുഷ്യര് കുടുംബമായി, കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥിതിയെ നിലനിർത്തിക്കൊണ്ട് ഭൂമിയിൽ ജീവിക്കണം എന്ന് അല്ലാഹു തീരുമാനിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് എന്റെ വിഷയം കുടുംബമല്ല. ഈ മഹത്തായ ഒരു കുടുംബത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഷെൽട്ടർ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മോട് പറയും. വീട് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്തുൽ നഹലിൽ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സക്കനൻ, അള്ളാഹു നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് സമാധാനം നിശ്ചയിച്ചിരിക്കുന്നു. വീടുകളുടെ ലക്ഷ്യം മനുഷ്യന്റെ സമാധാനപൂർണമായ ജീവിതം. എല്ലാം ഇറക്കി വെക്കുന്ന ഒരിടം. വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂതൻ, കാലികളുടെ തോലുകളിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു ഭവനങ്ങളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. ആദ്യകാലത്തെ വീടുകളുടെ നിർമ്മാണ രീതിയെ കുറിച്ചാണ് ആ വചനം. തസ്തഖിഫൂനഹാ യൗമ ദഅരിക്കും വയൗമ ഇഖാമതിക്കും, ഞങ്ങളുടെ യാത്രാവേളയിലും നിങ്ങൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കുമ്പോഴൊക്കെ ലഘുവായ ഒരു ലളിതമായി നിങ്ങൾക്ക് നിർമ്മിക്കാവുന്ന ഒരു വീട് അതിലൂടെ അല്ലാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. വമിൻ അസ്വാഫിഹാ വഔബാരിഹാ വഅശ്ആരിഹാ, കോലാടിന്റെയും ചെമ്മരിയാടിന്റെയും ഒട്ടകത്തിന്റെയും ഒക്കെ തോലുകളിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു അത് ഉണ്ടാക്കി തന്നിരിക്കുന്നു. അസാസൻ വമതാഅൻ ഇലാഹിൻ,
ജീവിത വിഭവങ്ങളും ഒരു നിർണിതമായ കാലപരിധിക്ക് വേണ്ട ജീവിത സൗകര്യങ്ങളും നിങ്ങൾക്ക് അള്ളാഹു ഒരുക്കി തന്നിരിക്കുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, 3 കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങളാണ്. മിൻ സആദത്തി ഇബ്നി ആദം സലാസത്ത്, 3 കാര്യങ്ങൾ മനുഷ്യന് വലിയ അനുഗ്രഹമാണ്. വമിൻ ശിഖ്വത്തി ഇബ്നി ആദം സലാസ, 3 കാര്യങ്ങൾ വലിയ ദൗർഭാഗ്യവുമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫമിൻ സആദത്തി ഇബ്നി ആദം, മനുഷ്യന്റെ ഏറ്റവും വലിയ 3 അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അൽ മർഅത്തു സ്വാലിഹ, നല്ല പെണ്ണ്, വൽ മസ്കനു സ്വാലിഹ, നല്ല ഒരു വീട്, വൽ മർക്കബു സ്വാലിഹ, നല്ല ഒരു വാഹനം. വമിൻ ശിഖ്വത്തി ഇബ്നി ആദം, മനുഷ്യനില്ല ദൗർഭാഗ്യങ്ങളിൽപ്പെട്ട 3 ഒന്ന് അൽ മർഅത്തു സൂ, മോശപ്പെട്ട ഭാര്യ, വൽ മസ്കനു സൂ, മോശമായ ഒരു ഭവനം, വൽ മർക്കബു സൂ, മോശമായ വാഹനം. സാധാരണ ഈ 3 ഏറെ വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാകും, ഇത് നന്നായാൽ നല്ല കിട്ടണം, ഇനി മോശമായാൽ അതുകൊണ്ട് ജീവിതം തൊലഞ്ഞു പോകുമെന്ന് നമുക്കറിയാം. ഇവിടെ നല്ല ഭവനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മണിമാളികകളല്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ പറയുന്ന ഹദീസാണല്ലോ ഇത്. അന്നത്തെ വീടുകളെ കുറിച്ച് അറിയാം. മസ്കനു ത്വയ്യിബ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല വീട് എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വീടാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ വീട്. വീട് എന്ന് പറയുന്നതിന് അറബി ഭാഷയിൽ ഒരുപാട് പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, സക്കന്. സക്കന് എന്ന പദത്തിൽ നിന്നുണ്ടാകുന്ന മസ്കനാണ് വീടിന് ഉപയോഗിക്കുന്നത്. അമസാക്കിന തർലൗനഹ, നിങ്ങൾക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും നിങ്ങളുടെ ഭവനങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട ഭവനങ്ങളെ കുറിച്ച് അള്ളാഹു മസാക്കിന തർലൗനഹ എന്ന് പ്രയോഗിച്ചു. മസാക്കിൻ, മസ്കനിന്റെ ജമ്മാണ് മസാക്കിൻ. ആ ഭവനങ്ങൾ, അതിന്റെ അർത്ഥം സമാധാനം ഉണ്ടാകുന്ന ഇടം, ശാന്തി ഉണ്ടാകുന്ന ഇടം. സക്കൻ എന്ന് പറഞ്ഞാൽ സമാധാനം, ശാന്തിയാണ്. ഒരു വീടിനെ കുറിച്ച് ഇസ്ലാമിന്റെ സങ്കല്പം തന്നെ അതാണ്. മനുഷ്യന് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന സ്ഥലം. ആ വീട് ഉപേക്ഷിച്ച് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടുന്നത് എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വീടിനെന്തോ തകരാറുണ്ട് എന്നാണ്. കാരണം ഖുർആൻ അതിനെ വിളിക്കുന്നത് സമാധാനമുള്ള സ്ഥലമെന്നാണ്. രണ്ടാമത്തത് ബൈത്ത് എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. പാതി രാത്രി പാർക്കുന്ന സ്ഥലം, എല്ലായിടത്തും കറങ്ങി വന്ന് മനുഷ്യൻ അവസാനമായി സങ്കേതമായി അവന് അന്തിയുറങ്ങാൻ ഉപയോഗിക്കുന്ന സ്ഥലം ബൈത്ത് എന്ന പദം. അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സകനൻ, അതാണ് ബൈത്ത്. നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളെ വീടുകളെ ശാന്തിയുടെ ഗേഹങ്ങളാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊന്ന് ദാറാണ്. ദാർ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങിയിട്ട് മനുഷ്യൻ എത്തിപ്പെടുന്ന സ്ഥലം. എവിടൊക്കെ പോയാലും അവസാനം എന്റെ വീട്ടിൽ വരണം. നമ്മള് കവി ഒളപ്പമണ്ണയുടെ ഒരു കവിത പറയാറുണ്ട്, ഒക്കെയും കണ്ടു മടങ്ങുമ്പോഴല്ലോ മക്കളെ നിങ്ങൾ അറിഞ്ഞിടുന്നു, നാടായ നാടൊക്കെ കണ്ടുവന്നാകിലും വീടാണ് ലോകം, വലിയ ലോകം. നമ്മളൊക്കെ ടൂറൊക്കെ കഴിഞ്ഞ് 4-5 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് പറയാൻ തുടങ്ങുന്നു, വീട്ടിലെത്തിയാൽ മതി, ഒന്നാണ്ട് പെരീക്ക് എത്തി കിട്ടിയാൽ മതി, കുട്ടികളൊന്ന് കണ്ടാൽ മതി. മടുത്തു നമുക്ക്, ആ ഭക്ഷണവും എടുത്തു, താമസവും എടുത്തു, യാത്രയും എടുത്തു. അത് മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യേകതകൾപ്പെട്ടതാണ്. എങ്ങനെ ചുറ്റിക്കറങ്ങിയാലും അവസാനം എത്തുന്നത്. 4-മത്തെ അർത്ഥം മഅ്വ, സുരക്ഷിതമായ സ്ഥലം. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരൊറ്റ അർത്ഥത്തിലേക്കാണ്. വീടെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സങ്കല്പം അനുസരിച്ച് മനുഷ്യന് ശാന്തി കിട്ടുന്ന, സമാധാനം കിട്ടുന്ന, അഭയം തേടാൻ പറ്റുന്ന, തല ചായ്ക്കാൻ പറ്റുന്ന, എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരിടത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വീട് എന്ന് സൂചിപ്പിക്കുന്നത്. സക്കീനത്തിന്റെ കേന്ദ്രങ്ങളാണ്, സക്കീനത്തിന്റെ സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാണ്. ആ കേന്ദ്രങ്ങൾക്ക് വേണ്ട എല്ലാ സുരക്ഷയും സംവിധാനവും വീടിന് വേണം. മറ്റൊരു വീടിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മസലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അല്ലാഹു അല്ലാത്ത ആളുകളെ ഔലിയാക്കന്മാരായി, രക്ഷാധികാരികളായി സ്വീകരിച്ച ആളുകളുടെ ഉദാഹരണം നിങ്ങൾക്കറിയുമോ? കമസലിൽ അങ്കബൂത്ത്, ചിലന്തിയുടെ വീട് പോലെയാണ്. ഇത്തഖദത്ത് ബൈത്തൻ, അത് വീട് വീടുണ്ടാക്കിയിരിക്കുന്നു. ഫഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അങ്കബൂത്ത്, ഏറ്റവും ദുർബലമായ വീടെന്ന് പറയുന്നത് അങ്കബൂത്തിന്റെ, ചിലന്തിയുടെ വീടാണ്. രാവിലെ അങ്ങനെ കെട്ടിയിട്ടുണ്ടാകും. നമ്മൾ പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ നമ്മളൊന്നാണ്ട് പോയാൽ ആ വീടും പോയി, അത് നാമാവശേഷമായി. ലൗകാനു യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ ആ ഔഹനിൽ ബുയൂത്ത്, ഏറ്റവും ദുർബലമായ വീട്. എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് പഠനം നടത്തിയ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് കേവലം അതിങ്ങനെ നൂലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയത് കൊണ്ട് മാത്രമല്ല, ചിലന്തിയുടെ ജീവിതക്രമം പരിശോധിച്ചാൽ അത് മനസ്സിലാകും. വീടൊരുക്കി കുട്ടികളുണ്ടായാൽ ആ പെൺചിലന്തി ആൺചിലന്തിയെ കൊന്നുകളയും. മാത്രമല്ല, അതേ കൂട്ടിൽ വളരുന്ന കുട്ടികൾ വലുതായാൽ തന്റെ അമ്മയെ കൊന്നുകളയും. അശാന്തിയുടെ ഇടങ്ങളാണ് ചിലന്തി വീടുകൾ എന്നർത്ഥം. അവിടെ സമാധാനമില്ല, പരസ്പരം കൊല്ലുന്ന, കൊന്നു തീർക്കുന്ന വീടുകളാണ്. ഖുർആൻ പറഞ്ഞത്
അതുകൊണ്ടുകൂടിയാണ്. നമ്മുടെ വീടുകൾ അങ്ങനെ ആകാൻ പാടില്ല എന്നതുകൊണ്ടുകൂടിയാണ്. ചിലന്തിയുടെ വീട് പോലെ ആകാൻ പാടില്ല. അത് ദൗർബല്യമാണ്, വളരെ നിസ്സാരമാണ്, പരസ്പരം പോരടിക്കുന്ന ഒരിടമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിക കുടുംബ സങ്കല്പം എന്ന് പറയുന്നത്, വീട് എന്ന് പറയുന്നത് ഇഹലോകത്ത് മാത്രമുള്ള ഒരു സങ്കല്പമല്ല. നാളെ പരലോകത്തും മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. ഇഹലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഗേഹമായി വീടിനെ സമർപ്പിക്കുമ്പോ, കുടുംബത്തെ സമർപ്പിക്കുമ്പോ, പരലോകത്ത് സ്വർഗത്തിൽ മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരിടവും വീടാണ്. ഭൂമിയിൽ പറഞ്ഞു വൽ മാൽ വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ വീട്, കുടുംബം, അതുപോലെ തന്നെ സമ്പത്ത്, സൗകര്യങ്ങൾക്ക് സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ അലങ്കാരങ്ങളാ. ആ അലങ്കാരങ്ങൾ വേണം, ദുനിയാവിനും വേണം അതിന്റെ അലങ്കാരങ്ങൾ. അത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ബാക്കിയാത്തു സ്വാലിയാത്ത് ഖൈറുൻ എന്ന് പറഞ്ഞിട്ട് വേറെ പറയുന്നുണ്ട്. പക്ഷെ ദുനിയാവിന് അതിന്റെ അലങ്കാരങ്ങൾ വേണം. അതേസമയം സ്വർഗത്തിൽ നിങ്ങൾ നോക്ക്, അള്ളാഹു സ്വർഗലോകത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് തന്നെ മനുഷ്യന് കുടുംബമായി ജീവിക്കാനുള്ള അവസ്ഥകൾ നൽകും, അവിടെ വീട് നൽകും. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ, ആ സ്വർഗത്തിൽ സ്വർഗീയമായ ആരാമങ്ങളിൽ അവർ പ്രവേശിപ്പിക്കപ്പെടും. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടാകും? അവരുടെ കൂട്ടത്തിലെ അവരുടെ പിതാക്കന്മാര്, അവരുടെ ഇണകള്, അവരുടെ മക്കള്. വമൻ സ്വലഹ, അങ്ങനെ സ്വർഗത്തിലേക്ക് എത്താൻ സദ്വൃത്തരായ ആളുകൾ അവരുടെ തലമുറയിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ വരും. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലുകളിലൂടെയും മലായികത്തുകൾ അവരുടെ വീടുകളിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് പറയും സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ഒരുമിച്ച് മാതാവും പിതാവും മക്കളും കുടുംബവും ഉമ്മയും ഉപ്പയും എല്ലാവരും കൂടി ഇസ്ലാമികമായ ഒരു ഭവനമുണ്ടാക്കി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ഭൂമി, ഒരു സ്വർഗം പണിതതിന്റെ കാരണമായി നിങ്ങൾക്കിതാ ഇവിടെ ഒരു സ്വർഗത്തിൽ ഒരു ഭവനം ലഭിച്ചിരിക്കുന്നു. സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചതിന്റെ ഫലമായി നിങ്ങൾക്കൊരു ഭവനം, അള്ളാഹുവിന്റെ സമാധാനമുണ്ട്. ഫനിഉമ ഉഖ്ബദ്ദാർ, എത്ര നല്ല വീടാണ്, എത്ര നല്ല വീടാണ് അവർക്ക് അള്ളാഹു നൽകിയത്. പിന്നെയും പറഞ്ഞു വല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, വത്തബഅതും ദുർരിയത്തുഹും ബിഈമാനിൻ, ഈമാൻ കൊണ്ട്, വിശ്വാസം കൊണ്ട് അവരോട് പിൻപറ്റി അവരുടെ തലമുറകള്, അവരുടെ മക്കള്, അവരുടെ കുടുംബം, അൽഹഖ്നാ ബിഹിം ദുർരിയത്തുഹും, അവരുടെ കുടുംബം, ദുർരിയത്തുഹും അവരുടെ കുടുംബം അവരുടെ കൂടി ചേരും. വമാ അലത്നാഹും മിൻ അമലിഹിം ഷൈഅ, അങ്ങനെ അവർ വന്നാലും ഇവരെ പ്രതിഫലത്തിലൊന്നും ഒന്നും കുറയൂല. അവരുടെ മക്കളും അവരുടെ കൂടെ ചേരും. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് പരലോകത്ത് എന്താണ് എന്ന് അള്ളാഹ് പഠിപ്പിക്കുകയാണ്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ നിങ്ങൾ പ്രവേശിപ്പിക്കപ്പെടും. ഖാലിദീന ഫീഹാ, നിങ്ങൾ അതിൽ ശാശ്വതരാണ് കേട്ടോ. വമസാകിന ത്വയ്യിബതൻ, നിങ്ങൾക്ക് നല്ല ഭവനങ്ങൾ നൽകും. ഫീ ജന്നാത്തി അദ്നി, ആ ആരാമങ്ങളിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് അല്ലാഹു നല്ല ഭവനങ്ങൾ നൽകും. അപ്പൊ ഇഹലോകത്തെ ഭവനവും പരലോകത്തെ ഭവനവും തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുന്നു ഈമാനിന്റെ അതുല്യമായ കരങ്ങളാൽ. വിശ്വാസത്തിന്റെ, അള്ളാഹുവിന്റെ ഈമാനുമായി ബന്ധപ്പെടുത്തി നിർത്തുന്നു ഇഹലോകത്തെ ഭവനങ്ങളും പരലോകത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഭവനങ്ങളും. ഇപ്പറഞ്ഞത് ഇഹലോകത്തെ വലിയ വലിയ കൊട്ടാരങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വീടുകളെ കുറിച്ചോ അല്ല. ആ വീടുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഭവനങ്ങളായി മാറുകയും പടച്ചവന്റെ മലായികത്തുകൾ കാവൽ നിൽക്കുന്ന ഒരു വീടായി മാറ്റാനുള്ള ശ്രമം വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അവിടെ വലിപ്പ ചെറുപ്പൊന്നും വിഷയമല്ല. ഒരു കുടിലാണുള്ളതെങ്കിൽ ഒരു പക്ഷേ ആ കുടിലായിരിക്കും മലായികത്തുകളുടെ സാന്നിധ്യം ഉണ്ടാവുക. ഒരു കൊട്ടാരമപ്പുറത്തുണ്ട്, പക്ഷേ അങ്ങോട്ട് മലായികത്തുകൾക്ക് വരാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ ജീവിതവും ജീവിതക്രമവും ഒക്കെ എങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞെടുത്ത് പെടൂല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകൾ ലാ യഖുദു ഖൗമുൻ യദ്കുറൂന അല്ലാഹ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു സമൂഹവും ഒരു വിഭാഗവും ഇരിക്കുകയില്ല. ഇല്ലാ ഹഫ്ഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരിലേക്ക് ഇറങ്ങിയിട്ടില്ലാതെ. വഖശിയത്തുഹുമുർ റഹ്മ, റഹ്മത്ത് അവരെ പൊതിയും. വനസലത്ത് അലൈഹിമുസ് സകീന, സമാധാനം അവരിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. വദക്കറഹുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു തന്റെ കൂടെയുള്ള മലായികത്തുകളോട് ഈ ആളുകളെ കുറിച്ച് പറയും, ആ ഭവനത്തിലേക്ക് ഒന്ന് നോക്ക്, ഞാൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണത്, എന്റെ ആളുകളാണ് അവിടെ ജീവിക്കുന്നത്. എന്നെ സ്മരിച്ചുകൊണ്ട് നമസ്കാരവും ഖുർആൻ പാരായണവും അള്ളാഹുവിന്റെ ദിക്റുകളുമായി ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തെ നോക്ക്, എന്റെ മലായികത്തുകളെ ഞാൻ അവിടെ കാവൽ നിർത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു വീമ്പ് പറയുന്ന കുടുംബങ്ങൾ ഇസ്ലാമിക കുടുംബങ്ങളാണ്. അതുണ്ടാകണമെങ്കിൽ
ചില നന്മകൾ ആ വീടുകളിൽ ഉണ്ടാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ആ വീടിന്റെ നിർമ്മാണം മുതൽ തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനെ നിർമ്മിക്കണം. നമ്മളൊക്കെ വീടുകൾ ഇപ്പൊ ഉണ്ടാക്കുന്ന ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ 10 ലക്ഷം കയ്യിലുണ്ടാകും, എന്നാൽ എടുക്കട്ടെ ഒരു 20 ലക്ഷം ലോൺ, അങ്ങനെ 30 ലക്ഷത്തിന്റെ പ്ലാനാ. അതുണ്ടായി വരുമ്പോ 50 ലക്ഷവും. അത് വലിയൊരു മേനി പറച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് 30 ലക്ഷം, പക്ഷെ ഉണ്ടായപ്പോ ഒരു 50ആയി, അല്ലെങ്കിൽ 50 60 പോയി, ഇപ്പൊ കോടികളാണ്. ഇതിൽ 75% ഒരു പക്ഷേ കടമാണ്, ലോണാണ്. നമ്മളതിന് EMI എന്നൊക്കെ പറഞ്ഞിട്ട് ലഘൂകരിച്ച് പറയുമെങ്കിലും കടമാണ്, കൊടുത്തു തീർക്കാനുള്ള കടമാണ്. അത് മാത്രമല്ല, മനുഷ്യൻ അവൻ അല്ലാഹു നൽകിയ അനുഗ്രഹം പോരാ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇവിടുന്നും വാരിക്കൂട്ടുകയാണ്. അതിലെവിടെയാണ് സമാധാനം കിട്ടുക? അതിലെവിടെ ശാന്തി കിട്ടുക? പല വീടുകളിലും അശാന്തി. അത് മാത്രം മതി. കാരണം EMI അടക്കാൻ വേണ്ടി ഓടുന്നതായി മാറുന്നു. പിന്നെ ആ ജീവിതം അതിങ്ങനെ മാസം മാസം അടച്ചുകൊണ്ടിരിക്കണം. അതിങ്ങനെ കൊടുത്തു വീട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് കേവലം കല്ലും മണ്ണുമല്ല വീട്. മസലുൽ ബൈത്തില്ലദീ യുദ്കറു ഫീഹി യുദ്കറുല്ലാഹു ഫീഹി, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വീട് എന്ന് പറയുന്നതിന്റെ ഉദാഹരണം ബൈത്തുല്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി, അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു വീടും തമ്മിലുള്ള ഉദാഹരണം മസൽ ഹയ്യ് വൽ മയ്യിത്ത്, ജീവനവും മരിച്ചവും തമ്മിലുള്ള വ്യത്യാസമാണ്. മറ്റേ ആദ്യം പറഞ്ഞത് ജീവനുള്ള മനുഷ്യന്റെ ഉദാഹരണം പോലെയാണ്. രണ്ടാമത്തത് അള്ളാഹുവിനെ ഓർക്കാത്ത ഭവനങ്ങൾ, അത് മരിച്ച മയ്യത്തിന് സമാൻ. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, റസൂൽ പറഞ്ഞു, ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങളെ വീടുകളെ നിങ്ങൾ കബറുകളാക്കരുത്. വീടുകളെ കബറാക്കരുത്. ഇതാ കബറിന്റെ പ്രത്യേകത, അവിടെ വച്ചും വിളിയുന്നുണ്ടാവില്ല, അവിടെ ഒരു ശബ്ദം ഉണ്ടാവില്ല. ലാ തജ്അലു ബുയൂതകും മഖാബിറ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. എന്നിട്ട് റസൂൽ പറഞ്ഞു, സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ നിന്ന് പിശാചി ഇറങ്ങി ഓടും. അമ്മാതിരി ഓട്ടം ഇപ്പൊ പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ വീടുകൾ മാറ്റപ്പെടുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകൾ, വാനലോകത്തിൽ നിന്ന് മലായികത്തുകൾക്ക് നോക്കിയാൽ ഭൂമിയിൽ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് പോലെ തോന്നും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കൊക്കിനൊത്തുന്ന വീട്, കൊക്കിന് ഒത്താൻ പറ്റുന്ന വീടുകൾ എന്നതാണ് വീട് സങ്കല്പത്തെ കുറിച്ച് ഇസ്ലാമിന്റെ ആദ്യത്തെ കാഴ്ചപ്പാട്. കടമെടുത്ത് വീടുണ്ടാക്കുക എന്നത് ഇസ്ലാമികമായ ഒരു രീതിയാണ് നമുക്ക് പറഞ്ഞുകൂടാ. അത്യാവശ്യത്തിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ കയ്യിലുള്ള ഒരു ബഡ്ജറ്റിൽ തന്നെ ഒതുങ്ങിക്കൊള്ളുന്നില്ല. 1, 2, 4, 5 ലക്ഷം ചിലപ്പോൾ പണി തീരുമ്പോഴേക്ക് ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് പോകാം. പക്ഷെ അതൊക്കെ മുൻകൂട്ടി കാണാനും പരമാവധി അതിന്റെ ബഡ്ജറ്റിനകത്ത് നിർത്തിക്കൊണ്ട് കടമില്ലാതെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ വീടുണ്ടാക്കിയിട്ട് 2 കൊല്ലം കൊണ്ട് കുടുംബനാഥൻ മരണപ്പെട്ടു പോയി. എന്താ ചെയ്യാ? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. പിന്നെ അവസാനം നമ്മൾ കാണുന്നു, ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ഈ ബാങ്ക് ഈ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോകുമ്പോ അത് കണ്ണീരോടെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? മുസ്ലിം സമൂഹം വളരെ ലാഘവത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പൊ പലിശ എന്ന് പറയുന്നത്. അത് വേറെ പറയേണ്ടതാണ്. അത് വാഹനത്തിനാണെങ്കിലും വീടിനാണെങ്കിലും ഇനി ഒരു സംഗതിയും വേണ്ട, വെറുതെ ഒരു ലോൺ എടുക്കുക. കാരണം നമ്മളെ ഉപയോഗിക്കുന്ന നമ്മുടെ സിം കാർഡുകൾ പോലും ലോൺ തരാൻ റെഡിയാണ്. അങ്ങനെ ഇടക്കിടക്ക് മെസ്സേജ് വരും, വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് എത്രയാ വേണ്ടത്, ഒന്ന് കുടുങ്ങിയാൽ മതി, ബാക്കി പിന്നെ അവർ ചെയ്തോളും. പിന്നെ മുഴുവൻ അവരുടെ പണിയാണ്, നമ്മളൊന്നും ചെയ്യേണ്ട, ബാക്കി അവർ ചെയ്തോളും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹത്തിന്റെ അകത്ത് നിർമ്മിക്കുന്ന വീടുകളിൽ എപ്പോഴും സമാധാനമുണ്ടാകും. നവ്വിറൂ ബുയൂത്തക്കും മസ്തതാഅ്തും, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ പ്രകാശിപ്പിക്കുക നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ. ഫഇന്നൽ ബൈത്തല്ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകൾ യത്തബിയു വലാ അഹ്ലിഹി, അതിന്റെ വീട്ടുകാർക്ക് അവിടെ വിശാലത ഉണ്ടാകും. അല്ലദീ യുഖറഉ യത്തസി വലാ അഹ്ലിഹി വയുക്സിറു ഖൈറുഹു, അവരെ നന്മ വർദ്ധിക്കും. വതഹ്ദുറുൽ മലായിക, മലായികത്തുകൾ അവിടെ ഹാജരാകും. വതഹ്ജുറുഹു ശയാത്തീൻ, പിശാചിനെ ഓടിക്കും. അപ്പോ നമ്മുടെ വീടുകൾ ഇസ്ലാമികമാണോ എന്ന് പരിശോധിക്കും. പണ്ടൊക്കെ നമ്മുടെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ വീട്ടിലെ ഉമ്മയും വാപ്പയും മക്കളൊക്കെ എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറച്ചു നേരം ഖുർആനൊക്കെ ഓതി, ആ ഒരു ഇതിൽ നിന്നാണ് നമ്മുടെ പഠനം തന്നെ ആരംഭിക്കുക. കുട്ടികൾ പഠിക്കുകയാണെങ്കിലും ആദ്യം ഖുർആൻ ഒരു പേജ് അല്ലെങ്കിൽ ഒരു സൂറ ഓതിയിട്ടാണ് അവരെ പഠനം ആരംഭിക്കുക. അതിന്റെ പ്രചോദനം എന്താ? വെല്ലിമ്മ അപ്പുറത്തിരുന്ന് ഓതുന്നുണ്ട്, വെല്ലിപ്പ ഇവിടുന്ന് ഓതുന്നുണ്ട്, ഉമ്മ ഓതുന്നുണ്ട്, വാപ്പ വീട്ടിലില്ല, ഉണ്ടെങ്കിൽ ഓതും. ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് അവർക്ക് നമ്മൾ പകർന്നു നൽകിയിരുന്നു. ഇപ്പൊ മഗ്‌രിബ് നമസ്കാരം ചെയ്യാൻ കാത്തിക്കാണ്, വെല്ലിപ്പാന്റെ കയ്യിൽ മൊബൈലാണ്, വെല്ലിമ്മാന്റെ കയ്യിൽ മൊബൈലാണ്, ഉമ്മാന്റെ കയ്യിൽ മൊബൈലാണ്. എന്നിട്ട് 3 ആളും കൂടി കുട്ടിനോട് പറയും ഓതടാ ഖുർആൻ. കുട്ടിക്ക് പറയണമെന്നുണ്ട്, നിങ്ങൾക്ക് ഈ പണി പറ്റൂലേ, നിങ്ങൾ എന്തേ പഠിച്ചവനടുത്തേക്കല്ലേ പോണത്, വേറെ എവിടേക്കലാണോ എന്ന് ചോദിക്കണമെന്ന് കുട്ടിക്കുണ്ട്. പക്ഷേ അടി പേടിച്ചിട്ടാ ചോദിക്കാത്തത്.
ഞാൻ പറയുന്നത് നമ്മുടെ വീടിനെ ഇസ്ലാമികമാക്കേണ്ടത് നാട്ടുനാൾ വന്നിട്ടല്ല, നമ്മൾ തന്നെയാണ്. ആ രീതിയിലേക്ക് ഇത് മാറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുന്നത്ത് നമസ്കാരങ്ങൾ വരെ നിങ്ങൾ വീട്ടിൽ നിർവഹിക്കണം. ഫർള് നമസ്കാരം ആണുങ്ങൾക്ക് പള്ളിയിൽ നിർബന്ധം, അതവിടെ നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം സുന്നത്ത് നമസ്കാരങ്ങൾ സുഫിയാൻ ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറഞ്ഞു, ഇദാ ഖളാ അഹദുകും സ്വലാത്തു ഫീ മസ്ജിദി, ഒരാള് പള്ളിയിൽ വെച്ചാണ് നമസ്കാരം നിർവഹിക്കുന്നെങ്കിൽ ഫൽയജ്അൽ ലി ബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി, അവന്റെ നമസ്കാരത്തിന്റെ ഒരു ഓഹരി പെരക്ക് കൊടുക്കണം, വീട്ടിൽ കൊടുക്കണം. അതെന്താ? സുന്നത്ത് അവിടെ നമസ്കരിച്ചിട്ട് വരണം എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. ഫഇന്നല്ലാഹ ജാഇലു ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറൻ, നമസ്കാരത്തിന്റെ അംശം നൽകുന്ന, ഭാഗം നൽകുന്ന വീടുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിശദാംശങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ആ വീട്ടിലെ ഓരോ അംഗങ്ങളും രണ്ട് കാര്യങ്ങൾ നിർവഹിക്കണം. ഒന്ന് അവരുടെ ബാധ്യതകൾ, രണ്ടാമത്തെ അവർക്ക് വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ വെച്ചു കൊടുക്കണം. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, ഹദീസ് നമുക്കറിയാം. എല്ലാവരും ഭരണാധികാരികളാണ്, ഓരോരുത്തരും അവരുടെ ഭരണമേഖല ശ്രദ്ധിക്കണം. ഉമ്മാക്ക് ഉമ്മാന്റെ റോള് നിർവഹിക്കാൻ കഴിയണം, വാപ്പാക്ക് വാപ്പാന്റെ റോള്, മക്കൾക്ക് മക്കളുടെ റോള്, അതേപോലെ തന്നെ അവരുടെ അവകാശങ്ങളും വകവെച്ചു കൊടുക്കണം. ചില ആളുകൾ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം കൊടുക്കൂല, മിണ്ടാൻ പാടില്ല. നാട്ടിലെ ജനസേവകനും എല്ലാ സംവിധാനങ്ങളും ഒക്കെ സജീവമായി കൊണ്ടുനടക്കുന്ന ആളാ, പക്ഷെ വീട്ടിലെത്തിയാൽ ആള് പുലിയാണ്. അതല്ല ഇസ്ലാമിന്റെ രീതി. അവിടെ ഓരോരുത്തരുടെയും അവകാശം വകവെച്ചു കൊടുക്കണം. മക്കളാണെങ്കിൽ മക്കളെ കേൾക്കണം, അവർക്ക് പറയാനുള്ളത് നമ്മൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു ചോദ്യം ചോദിച്ചു. ഒരു സ്വഹാബി വനിത വന്നിട്ട്, മാകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ഫീ ബൈതി, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ വീട്ടിൽ, ഇതൊന്നും അറിയാൻ വലിയ ആഗ്രഹമുണ്ട്, കാരണം നാട്ടിലെ ആൾ ഉഷാറാണല്ലോ. അപ്പൊ ഇനി വീട്ടിലെങ്ങനെയാ വന്നിട്ട് ചോദിച്ചു. ഫഅജാബത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, റസൂൽ മറുപടി പറഞ്ഞു, കാന ബശറൻ മിനൽ ബശരി, മനുഷ്യന്മാരെ പോലെ തന്നെ മനുഷ്യൻ തന്നെയാണ്, ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. യുഫ്ലി സൗബുഹു, അദ്ദേഹത്തിന്റെ വസ്ത്രം അദ്ദേഹം അലക്കും, അതുപോലെ തന്നെ തഹലുബു ഷാത്തുഹു, ആടിനെ കറക്കും, വയുഖ്ദിമു നഫ്സഹു, സ്വയം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. വഫീ റിവായത്തിൽ, വേറെ ഒരു റിവായത്തിൽ പറഞ്ഞത്, കാന യകൂനു ഫീ മിഹ്നതി അഗ്ലിഹി ഐ ഖിദ്മതി അഗ്ലിഹി, തന്റെ വീട്ടുകാരെ സഹായിക്കും, തന്റെ വീട്ടുകാരെ സഹായിക്കുമായിരുന്നു. പല ഹദീസുകളിൽ നമുക്ക് കാണാം, ഗോതമ്പ് മാവ് കുഴക്കും. എന്നിട്ടോ ഫഇദാ ഹദറത്തി സ്വലാത്ത് ഖറജ ഇല സ്വലാത്ത്, നമസ്കാരത്തിന്റെ സമയമായാൽ റസൂൽ നമസ്കാരത്തിലേക്ക് പോകും. അപ്പൊ ഓരോ അംഗങ്ങളും വീട്ടിൽ പുലിയാകാതെ നിൽക്കുക. എനിക്ക് ചാടിക്കളിക്കാൻ മാത്രമേ അറിയൂ, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം എനിക്കൊരു നല്ല മനുഷ്യനാകാൻ കഴിയും. അത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും മക്കളാണെങ്കിലും അവരുടെ ബാധ്യതകൾ നിർവഹിക്കുമ്പോൾ, അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുമ്പോൾ ആ വീടകം സ്വർഗമായി മാറും. വീടിന്റെ മര്യാദകൾ പാലിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കി, ഏറ്റവും കൂടുതൽ ആയത്തുകൾ ചെലവഴിച്ചിട്ടുള്ളത് സാമൂഹിക കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട അതിന്റെ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ പരിശുദ്ധ ഖുർആൻ അഡ്രസ് ചെയ്യാൻ. അക്കൂട്ടത്തിൽ ഒന്നാണ് ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഗ്നിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, നിങ്ങളേതല്ലാത്ത ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരോട് സലാം ചൊല്ലി അനുവാദം കിട്ടിയിട്ട് വേണം നിങ്ങൾ ആ വീട്ടിലേക്ക് കയറാൻ. ദാലിക്കും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. എന്നിട്ടോ ഫഇല്ലം തജിദൂ ഫിയാ അഹദൻ ലാ തദ്ഖുലുഹാ, ആ വീട്ടിൽ നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ അങ്ങോട്ട് കയറരുത്. എന്നിട്ടോ അത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുവാദം കിട്ടുന്നത് വരെ, വഇൻ ഖീല ലക്കും ഇർജിഉ ഫർജിഉ, നിങ്ങളോട് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞാൽ പോണം. അവിടെ തീരും നമ്മളെ കുടുംബ ബന്ധം. ഖുർആന്റെ ആയത്താണ്. ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ പിന്നെ വരിട്ടാന്ന് പറഞ്ഞാൽ ഓൻ ആരാ എന്നോട് അങ്ങനെ പറയാൻ? പിന്നെ ആ കുടുംബം, അവിടെയാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞത്, എന്തിനാ തെറ്റിയെന്ന് വരെ ചിലപ്പോൾ അറിയില്ല. അങ്ങനെ വെട്ടിമുറിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയാണ്. ഖുർആൻ പറയാൻ ഓരോ വീടിനും അതിന്റെ അവകാശമുണ്ട്. ഒളിഞ്ഞു നോക്കരുത്, മാറി നിന്ന് നോക്കരുത്, കട്ട് കേൾക്കാൻ ശ്രമിക്കരുത്. ആ വീടിന് അതിന് അവകാശം കൊടുക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ആ വീടുകളിലേക്ക് പോകരുത്. നമ്മുടെ നാട്ടിലെ രോഗ സന്ദർശനമൊക്കെ പലപ്പോഴും രോഗിയെയും രോഗിന്റെ വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കാനുള്ള സന്ദർശനങ്ങളാണ്. ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറയിപ്പിക്കുന്ന രീതിയിൽ അത് വേറെ വിഷയമാണ്. അതുകൊണ്ട് വൈൻ ഖീലലക്കും ഇർജിഉ ഫർജിഉ, തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞാൽ പോകണം. ദാലിക അസ്കാലക്കും, അതാണ് നിങ്ങളെ സംസ്കാരത്തിന് ചേർന്നത്. ഖുർആനാ പറയുന്നത്. വല്ലാഹു ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അറിയുന്നുണ്ട്. വീടിനകത്തും മര്യാദ പാലിക്കണം. മുഹറമല്ലാത്ത ആളുകൾ അവിടെ ഉണ്ട്. അതൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന ഒരു തലമുറയാണ് ഇപ്പോ. ഇളച്ചന്മാര്, മൂത്തച്ഛന്മാര്, ഇളച്ചി, മൂത്തച്ചി, ഇതൊക്കെ മുഹറമല്ല. പരസ്പരം ഔറത്ത് കാണാൻ പാടില്ല, തലമുടി കാണാൻ പാടില്ല. പക്ഷെ നമ്മുടെ വീടകങ്ങളിൽ ഇത് സൂക്ഷിക്കുന്നുണ്ട് വേണ്ട രീതിയിൽ. അതൊക്കെ ഒരു സാധാരണ രീതിയിൽ ഉണ്ടാകേണ്ട ബന്ധങ്ങളായിട്ട് കാണാൻ.
ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ വരെ ഇസ്ലാം പഠിപ്പിച്ച ശീലങ്ങളുണ്ട്. അത് മുഹറമായ ആളുകൾ വേണം. അല്ലെങ്കിൽ വീടകത്താണെങ്കിൽ പോലും ആ സൂക്ഷ്മത പാലിക്കാത്തത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ശൈഥില്യത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും വായിക്കേണ്ടി വരുന്ന ഗതികേടാണ്. വീടുകളുണ്ടാകുന്ന പരസ്പര ബന്ധം വിശദാംശങ്ങൾ പിന്നീട് ഇൻഷാ അല്ലാഹ് അത് തുടർന്നു കൊണ്ടുപോകുന്നതാണ് നമ്മൾ ഈ സംഗതികൾ. ഞാൻ പറഞ്ഞു വരുന്നത്, വീട് എന്ന് പറയുന്നത് ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു സ്വർഗമാണ്. ആ സ്വർഗത്തെ സ്വർഗമാക്കി തന്നെ നിലനിർത്തണം. അതില്ലെങ്കിൽ പിന്നെ അതൊരു നരകമാണ്. അപ്പോഴാണ് അങ്ങാടിക്ക് ഇറങ്ങാം. അപ്പൊ എന്തോ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടും കയറുന്നില്ല ആള്. എന്താ കയറാത്തത്? അവിടെ ചെന്നാ തുടങ്ങും പ്രശ്നം. അതുകൊണ്ട് 10 മിനിറ്റ് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ അങ്ങാടിയിലെ കലുങ്കിൽ ഇരിക്കേണ്ടി വരുന്നത് വീട് അള്ളാഹു പറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അവിടെ മലായിക്കത്തുകളുടെ കാവലില്ല. അത് മസ്കനല്ല, സക്കീനത്തിന്റെ കേന്ദ്രമല്ല, അത് ദാറല്ല, അത് ബൈത്തല്ല, അത് സിജിനാണ്, ജയിലാണ്. ആ രീതിയിലേക്ക് നമ്മുടെ വീടുകൾ മാറാൻ പാടില്ല. അതില് ഈ പറയുന്ന മര്യാദകളൊക്കെ പാലിക്കണം. അള്ളാഹുവിന്റെ കലാം അവിടെ പാരായണം ചെയ്യപ്പെടണം. നമസ്കാരങ്ങൾ, സ്ത്രീകളുടെ നമസ്കാരം ഇനി വീട്ടിൽ വെച്ച് നമസ്കരിക്കേണ്ട സമയം വന്നാൽ ജമാഅത്തായിട്ട് നമസ്കരിക്കാം. കുട്ടികളത് പരിശീലിപ്പിക്കണം. ഖുർആൻ പാരായണം പരിശീലിപ്പിക്കണം. വീട്ടിലേക്ക് കയറി വരുമ്പോ സലാം ചൊല്ലി പഠിപ്പിക്കണം. ഇറങ്ങിപ്പോകുമ്പോ സലാം ചൊല്ലി പഠിപ്പിക്കണം. അതൊക്കെ ഒരു മര്യാദയായി നമ്മുടെ വീടിനെങ്ങനെ നമ്മൾ ശീലിപ്പിച്ച് കൊണ്ടുവരുമ്പോ നേരത്തെ പറഞ്ഞ രീതിയിൽ ഓരോരുത്തരും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും, മരുമകളാണെങ്കിൽ മരുമകൾക്ക്, മരുമകന് മകൾക്ക്, മക്കൾക്ക് എല്ലാവരുടെയും അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുമ്പോ ഞാനിങ്ങനെ ആഗ്രഹിക്കും, ഒന്നാണ്ട് എത്തിയാൽ മതി. ഞാൻ ടൂറ് പോയതാണ്, പക്ഷെ പോന്നപ്പോഴേ ആ ഒരു ഇതൊന്നും എനിക്കില്ല. എനിക്ക് എങ്ങനെങ്കിലും എന്റെ വീട്ടിൽ എത്തിയാൽ മതി. കാരണം എന്റെ വീടിനകത്ത് കിട്ടുന്ന സക്കീനത്ത് എനിക്ക് വേറെ എവിടെയും കിട്ടുന്നില്ല എന്ന തിരിച്ചറിവുണ്ടാകുന്നിടത്താണ് ഭൂമിയിലെ സ്വർഗം. അവർക്ക് തന്നെയാണ് മസാക്കിന ത്വയ്യിബത്തൻ എന്ന് പറയുന്ന നാളെ ഭവനം. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നിങ്ങൾ സമാധാനത്തോടുകൂടി ഇവരെയും കൂട്ടി കൈപിടിച്ചു പോയിക്കോ എന്ന് അള്ളാഹു പറഞ്ഞ ഭവനം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഇസ്ലാമികമായ ഭവനങ്ങളിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. വിശദാംശങ്ങളോടുകൂടി പിന്നീട് പറയാം. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള ഒരു വീട്, സമാധാനപൂർണമായ ഒരിടം നൽകി നമ്മെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന വീടുകൾ നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.